ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ തീവ്രമായ ദുഃഖം അനുഭവിക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ ഇവിടെ കടന്നു വരുവാനും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനും എനിക്ക് ലഭ്യമായ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെയൊരു സന്ദർഭം ഒരുക്കി തന്ന ഈ കുടുംബത്തോടും സ്ഥലം സഭയോടും കർത്താവിൻ്റെ നാമത്തിൽ എനിക്കുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ ജോയിച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വാത്സല്യ കുടുംബവുമായിട്ട് പല നിലയിലുള്ള സ്നേഹബന്ധം എനിക്കുണ്ട്. ഇതിനു മുൻപും ഇതുപോലെയൊരു സന്ദർഭത്തിൽ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. മാത്രമല്ല, തൻ്റെ സഹോദരന്മാരോട് സഹോദരിമാരോട് വളരെയേറെ ഹൃദ്യമായ സ്നേഹബന്ധം എനിക്കുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാർ ഓർപ്പിച്ചതുപോലെ അമേരിക്കയിലായിരിക്കുന്ന പ്രിയ ബേബിച്ചാനും അതുപോലെ തൻ്റെ സഹോദരന്മാരും ആ വീടുകളിലൊക്കെ പോകുവാനും താമസിക്കുവാനും അവരുടെ സൽക്കാരങ്ങളും ശുശ്രൂഷകളൊക്കെ അനുഭവിക്കുവാൻ എനിക്കും അനേക അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ടവരെ ഇവിടെ വീണ്ടും കാണുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവജനത്തോടുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ മുൻപോട്ട് പോകുകയും ആ നിലയിൽ തൻ്റെ സാക്ഷ്യം നിറവേറ്റിയ പ്രിയ ജോയിച്ചാൻ തൻ്റെ വേല തികച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു പിതാവിൻ്റെ വേർപാട് ദുഃഖകരമാണ്. ലോകത്തിലെ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഃഖം ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരുപോലെ പറയും, വേർപാടിൻ്റെ ദുഃഖമാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ ഭവനത്തിലും അതേ ദുഃഖം തന്നെ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുകയാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും ഞങ്ങൾക്കൊരു പിതാവില്ലല്ലോ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വാത്സല്യമായി സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാമായിരുന്ന ഞങ്ങളുടെ പിതാവ് ഇന്ന് ഞങ്ങൾക്കില്ല എന്നുള്ള ദുഃഖം അവരെ ഭരിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മറ്റാരുമല്ല നമ്മുടെ അരുമനാഥനായ കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യമാണ്, വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആരും അനാഥരല്ല. നമുക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. നമ്മളെ കരുതുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ നടത്തുവാൻ കഴിയുന്ന സ്നേഹമേറിയ ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും അനാഥരല്ല. പ്രിയ അമ്മാമ്മയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ എല്ലാമായിരുന്ന തക്ക തുണയായി അതുപോലെ തന്നെ ആശ്വാസമായിരുന്ന ഈ പ്രിയപ്പെട്ടവൻ കടന്നുപോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിലും വലിയ ദുഃഖമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ നാളുകളേക്കാൾ നടത്തിയ ദൈവം, കഴിഞ്ഞ നാളുകളിൽ എല്ലാമായിരുന്ന കർത്താവ് കൂടെയുണ്ട്. ലോകത്തിലുള്ളവരൊക്കെ പിരിഞ്ഞു പോയാലും പിരിയാത്തവനായി, മാറാത്തവനായി, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിട്ട് കർത്താവ് കൂടെയുണ്ട്. തുണയായിട്ട് ലോകത്തിലെ തുണകളൊക്കെ മാറിപ്പോകുമ്പോൾ ഏറ്റവും അടുത്ത തുണയായിട്ട് കർത്താവ് കൂടെയുണ്ട്. ആ നിലയിൽ ആശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ദൈവം അവർക്ക് ആവശ്യമായ എല്ലാ ധൈര്യവും പ്രത്യാശയും നൽകി ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ ഓർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട അനുസ്മരണയുടെ വാക്കുകൾ നാം കേൾക്കുകയായിരുന്നു. അതോട് ചേർന്ന് തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ആലോചനകൾ ശ്രദ്ധിക്കുവാനും ദൈവം നമുക്ക് ഇടയാക്കി. പ്രിയ ബേബിച്ചാൻ അനുസ്മരണയായി ചില വാക്കുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു വാക്യഭാഗമാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിലേക്ക് പെടുവാനായിട്ട് ഇടയായത്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു.
അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തുവും രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളെ ഓർപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഇവിടെ നിശ്ചയമായ 3 യാഥാർത്ഥ്യങ്ങളാണ് പൗലോസ് ഇവിടെ പറയുന്നത്. മാറ്റമില്ലാത്ത നിശ്ചയമായ 3 കാര്യങ്ങൾ. അതിലൊന്നാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളാരും ഇവിടത്തേക്കുള്ളവരല്ല. നമ്മളെല്ലാവരും ഇവിടെ അന്യരായി പരദേശികളായി പാർക്കുന്നവരാണ്. നമുക്കിവിടെ സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ല. നമുക്കുള്ള വീടുകളോ നമ്മുടെ സമ്പത്തുകളോ നമുക്കുള്ള സൗകര്യങ്ങളോ നമുക്കുള്ള ഭൗമികമായ ഏതു കാര്യങ്ങളോ അതെല്ലാം ഒരിക്കൽ നമ്മൾ വിട്ടേച്ച് ഈ ഭൂമിയിൽ നിന്ന് വെറുങ്കയ്യായി കടന്നു പോകേണ്ടവരാണ്. എന്നാൽ ഈ ലോകത്തിൽ അന്യരായി പരദേശികളായി ഞാനും നിങ്ങളും പാർക്കുന്നെങ്കിൽ നമുക്കൊരു പൗരത്വമുണ്ട്, നമുക്കൊരു സ്വന്തം വീടുണ്ട്. അതാണ് പൗലോസൂടെ പറയുന്നത്, നമുക്ക് സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം എന്ന് പറയും. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അല്പ ആയുസ് അത് വളരെ ചുരുങ്ങിയതാണ്. എന്തിനാണ് ഈ ഭൂമിയിൽ എന്നെ ദൈവം ആക്കിയിരിക്കുന്നത്? 60, 65 അല്ലെങ്കിൽ 30, 40, 80 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസരം എന്തിനാണ്? കേവലം തുരുമ്പിച്ച് തീരാനുള്ള ഒരു ആയുധമായിട്ടല്ല. നമ്മളെ ഈ ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത് തുരുമ്പിച്ച് തീരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല, പിന്നെയോ ഉപയോഗിച്ച് തീരുന്ന ഒരായുധമായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരായുസ് മാത്രമേ ഉള്ളൂ, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ഈ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് ആയുസ്സിന്റെ ദിവസങ്ങൾ തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വസ്തുത. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 60 വർഷം, കഴിഞ്ഞ 20 വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞ 80 വർഷം, കഴിഞ്ഞ 70 വർഷം ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചു. എൻ്റെ ജീവിതം കൊണ്ട് എന്ത് നേടുവാനായിട്ട് കഴിഞ്ഞു? ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാൻ എനിക്കിടയായോ എന്നുള്ളത് നാം ഏവരും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയ അച്ചായൻ 60-ലധികം വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു. തനിക്ക് തന്ന നല്ല ആയുസ് ദൈവത്തിന് വേണ്ടി ജീവിച്ചു. തൻ്റെ നല്ല നാളുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു. അതാണ് നമുക്ക് ഏറ്റവും പ്രശംസിക്കുവാനുള്ള കാര്യം. പ്രിയമുള്ളവരെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതം അവസാനിക്കും, നമ്മുടെ നാളുകളെല്ലാം തീരും. എന്നാൽ നമുക്ക് ദൈവം ഇവിടെ തന്നിരിക്കുന്ന ഈ ആയുസ്സിൻ്റെ ദിവസങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, കേവലം ഈ ലോകത്തിന് വേണ്ടിയല്ല, നശിച്ചു പോകുന്ന ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം തന്നിരിക്കുന്ന ഈ നല്ല നാൾ ദൈവത്തിന് വേണ്ടി ജീവിച്ച് അവസാനിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഇങ്ങനെയുള്ള രംഗങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കുവാനും തീരുമാനമെടുക്കുവാനും നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, എൻ്റെ പ്രിയ സഹോദരന്മാർ ചോദിച്ചതുപോലെ, നാളെ ഈ ഒരു അനുഭവത്തിൽ കൂടി ഞാൻ കടന്നുപോയാൽ, ഇന്ന് എൻ്റെ ജീവിതം ഇവിടെ തീർന്നാൽ, എൻ്റെ കണ്ണുകൾ തിരുമിയടച്ചാൽ ഞാൻ എവിടെയാണ് പോകുന്നത്? ഈ കാര്യത്തെക്കുറിച്ചും ഒരു തീരുമാനമുണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പൗലോസ് നിശ്ചയമായ ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. എന്ത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളിവിടെ അന്യരായി പരദേശികളായി പാർക്കുന്നെങ്കിലും നമുക്കൊരു നിത്യമായ പൗരത്വം സ്വർഗത്തിലുണ്ട്. ആ നിത്യ വീട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ, അവിടെ നാം ചെല്ലും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയും. രണ്ടാമതായിട്ട് പൗലോസിലൂടെ പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ഈ താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെടുമെന്നുള്ളതാണ്. ഈ ശരീരം എന്ന് പറയുന്നത് താഴ്ചയുള്ള ശരീരമാണ്. പൗലോസിലൂടെ താഴ്ച എന്ന് പറയുമ്പോൾ അനേകം ആശയങ്ങൾ അതിനകത്തുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാനാതരത്തിലുള്ള കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, താഴ്ചയുണ്ട്, രോഗങ്ങളുണ്ട്. അതുപോലെ അനേകം പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ,
ഇന്ന് ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാനാതരത്തിലുള്ള പരിശോധനകളും വേദനകളും ദുഃഖങ്ങളും ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ നമുക്കുള്ള വലിയ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ, ഈ താഴ്ചയുള്ള ശരീരം മാറും, ഈ ദുഃഖങ്ങളെല്ലാം തീരും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഘോരമായ ഏത് ദുഃഖങ്ങളും വിപത്തുകളും അതെല്ലാം തീർന്ന് ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. ഈ താഴ്ചയുള്ള ശരീരം മാറും, ഒരു പുതിയ ശരീരം എനിക്ക് ലഭിക്കുമെന്നുള്ളതാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയും എന്ന് പറയും. പ്രിയമുള്ളവരെ, ഈ പ്രത്യാശ ലോകരായിരിക്കുന്ന ആളുകൾക്കില്ല. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും പ്രത്യാശയും. ലോകരായിരിക്കുന്ന ആളുകളോട് പലപ്പോഴും ഞങ്ങൾ ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെടാത്തവരോട് ഞങ്ങൾ സമീപിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു പോകാറുണ്ട്, അമ്മച്ചി അപ്പച്ച ഇന്ന് ഇവിടം വിട്ട് പോയാൽ എവിടെ ചെല്ലുമെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത്, എൻ്റെ കുഞ്ഞ് അത് തമ്പുരാൻ അറിയാം, അത് ഇവിടെ വെച്ച് അറിയാൻ കഴിയുമോ എന്നാണ്. അല്ല, ഒരു ദൈവത്തിനറിയാം, ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടാൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകും. അത് തന്നെയല്ല, ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്തിലെ ദുഃഖങ്ങളും വേദനകളും എല്ലാം തീർന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് പോകും. ആ ഒരു ചിന്തയാണ്, ആ വലിയ പ്രതീക്ഷയാണ് ഓരോ ദിവസവും ഈ ഭൂമിയിൽ നമ്മളെ നടത്തുവാനായിട്ട് ഇടയാകുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ വിചാരിക്കുന്നത്, ഈ പ്രിയ ജോയിച്ചാനും തൻ്റെ ജീവിതത്തിൽ ആ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്നുള്ള ദുഃഖങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പല പരിശോധനയിൽ കൂടി ഈ കുടുംബം കടന്നുപോയി എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവിടെയൊക്കെ വീണു പോകാതെ, താണു പോകാതെ, തളർന്നു പോകാതെ മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞതിൻ്റെ കാര്യം, ഇതെല്ലാം മാറും. എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എൻ്റെ ദുഃഖം, എൻ്റെ കണ്ണുനീര് എല്ലാം തീരും. എനിക്ക് മുൻപായി കടന്നുപോയ പ്രിയപ്പെട്ടവരെ ഞാൻ കാണുമെന്നുള്ള ആ വലിയ പ്രതീക്ഷയാണ് ദൈവജനത്തിനുള്ളത്. അതാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയും. പ്രിയമുള്ളവരെ, ആ പ്രത്യാശ ദൈവജനത്തിന് മാത്രമുള്ളതാണ്. ഞാനിങ്ങനെയുള്ള രംഗങ്ങളിൽ അടുത്ത സമയത്ത് പറയാറുള്ള ഒരു ദൃഷ്ടാന്തമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ കേവലം ആശുപത്രിയിലെ രോഗികളെ മാത്രമല്ല ഞങ്ങൾ സന്ദർശിക്കാറുള്ളത്. ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നവർ, വേദനപ്പെടുന്നവർ, ഹൃദയഭാരത്തിൽ കൂടി മുൻപോട്ട് പോകുന്നവർ, അങ്ങനെയുള്ള വീടുകൾ തേടിപ്പിടിച്ച് അവരുടെ വീടുകളിൽ ചെന്ന് സുവിശേഷം പറയുവാനായിട്ട് ഞങ്ങൾക്കിടയാകുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, എടത്തുവായ്ക്കടുത്ത് നീരേറ്റുപുറത്ത് ഒരു കുടുംബം, ആ മാതാപിതാക്കന്മാർ രണ്ടുപേരും അവർ അധ്യാപകരാണ്. അവർക്ക് രണ്ട് മക്കൾ, 2 പെൺമക്കൾ. മൂത്ത മകൾക്ക് 13 വയസ്സ്, ഇളയ മകൾക്ക് 6 വയസ്സ്. ഈ 2 കുഞ്ഞുങ്ങൾ അവർക്കെല്ലാമായിട്ട് ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടെ അവർക്ക് ഒരു വലിയ ആഗ്രഹം, ഒരു കാറ് വാങ്ങിക്കണം. അവരൊരു കാറ് വാങ്ങിച്ചു. ആ കാറ് പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആ കാറ് അടുത്ത ദിവസം അവിടെ ഇറക്കി ആ 2 പെൺമക്കളെയും ആ കാറിൻ്റെ പുറകിൽ കയറ്റി അവർ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയാണ്. വീടിൻ്റെ ഷെഡിൽ നിന്ന് ആ കാർ ഇറക്കി ആ വെളിയിലേക്ക് ഇറക്കിയിട്ടു. അവർ ആ നദിയുടെ തീരത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ്. ആ പിതാവ് കാറിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് അടയ്ക്കാനായിട്ട് പോയ സമയത്ത് ഈ കാറ് തനിയെ ഉരുണ്ട് 40 അടി ആഴമുള്ള ആ നദിയിലേക്ക് മുങ്ങി. ആ കാറിനകത്ത് ഈ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 13ഉം 6ഉം വയസ്സുമുള്ള ഈ 2 പെൺമക്കൾ. ആ 2 കുഞ്ഞുങ്ങളും മണിക്കൂറുകളോളം ആ നദിയുടെ ആഴത്തിൽ കിടന്ന് അവരവിടുന്ന് ഈ ലോകം വിട്ട് കടന്നുപോയി. ആ മൃതശരീരം കരയ്ക്ക് കയറ്റി ആ ശരീരം അടക്കി. അവർ വളരെ വേദനയിൽ ആ 2 കുഞ്ഞുങ്ങളെ ഉള്ളൂ. ആ 2 കുഞ്ഞുങ്ങളുടെ വേർപാടിൽ വളരെ ദുഃഖിതരായി കണ്ണുനീരോടുകൂടി കഴിയുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ കൂട്ടുപ്രവർത്തകരും, ഞാൻ ഒരിക്കൽ പോലും കാണുക അറിയാത്ത കുടുംബമാണെങ്കിലും ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ആ മാതാപിതാക്കന്മാരോട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ മൂത്ത മകള് അവൾ ചില മാസങ്ങളായിട്ട് അവൾ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് വേദപുസ്തകത്തിൽ ചുമന്ന മഷി കൊണ്ട് അവളിങ്ങനെ അടയാളപ്പെടുത്തുമായിരുന്നു. ഇന്നലെ രാവിലെ അവൾ വേദപുസ്തകം വായിച്ചപ്പോൾ 23-ാം സങ്കീർത്തനം അവൾ വായിച്ചപ്പോൾ അതിലൊരു വാക്യം ഇങ്ങനെ വായിച്ചു: മരണനിഴൽ താഴ്വരയിലൂടെ ഞാൻ കടന്നുപോയാലും ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നുള്ള വാക്യം വായിച്ചിട്ട് ചുമന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ ബൈബിൾ ഞങ്ങളെ കൊണ്ട് കാണിച്ചു. ഈ മകള് ഈ അടയാളപ്പെടുത്തിയതിന് ശേഷം തൻ്റെ അമ്മയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അമ്മച്ചി, മമ്മി, എനിക്കൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ ആ ചിറകടിച്ച്
ഞാൻ സ്വർഗത്തിലേക്ക് പോകുമായിരുന്നു. എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിനെ കാണുവാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുകയാണ്. അവൾ പറഞ്ഞ വാക്കിതാണ്, എനിക്കൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ചിറകടിച്ച് സ്വർഗത്തിലേക്ക് പോകുമായിരുന്നു എന്നുള്ള പ്രത്യാശയുടെ വാക്കുകൾ ആ 13 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഈ ലോകത്തിൽ നിന്ന് അവൾ കടന്നുപോയത്. പ്രിയമുള്ളവരെയും, ആ പ്രിയപ്പെട്ട ദമ്പതികളെ വളരെ വളരെ കണ്ണുനീരോടെ വേദനയോടെ അവർ ആയിരിക്കുന്നെങ്കിലും അവർക്കൊരു വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. എന്താണ്? എൻ്റെ മകൾ അവൾ കർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോയത്. അവൾ ആഗ്രഹിച്ച തുറമത്ത് അവൾ എത്തി. ഒരു ചിറക് അവൾക്ക് ദൈവം കൊടുത്തു. എന്താണ്? കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുവാൻ. പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ ഓർത്തുപോയി, 2 പെൺമക്കളും അവർ ഈ ലോകം വിട്ട് കടന്നുപോയെങ്കിലും അവർക്കുണ്ടായ പ്രത്യാശ, ഞങ്ങളുടെ മക്കള് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ഈ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവജനത്തിന് മാത്രമുള്ള ഒരു കാര്യമാണ്. ലോകത്തിൽ ആർക്കും അതില്ല. മരണത്തിന് മുൻപിൽ മനുഷ്യൻ ആലില പോലെ വിറയ്ക്കുമ്പോൾ അതിന് മുൻപിൽ ധൈര്യത്തോടും പ്രത്യാശയോടും നിൽക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. 3ാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരും. അതാണ്. 1, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. 2, നമ്മുടെ താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെടും. 3, നമ്മുടെ കർത്താവ് വരും. ഇത് 3 യാഥാർത്ഥ്യങ്ങളാണ്. സംശയമുള്ള കാര്യമല്ല. കർത്താവ് വരുവാൻ സാധ്യതയുണ്ട് എന്നല്ല, നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരും. പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് വേഗം വരും. കഴിഞ്ഞ നാളുകളിൽ ഞാനും നിങ്ങളും നോക്കി പാർക്കുന്ന അനേക വിശുദ്ധന്മാർ നോക്കി പാർത്തുകൊണ്ടിരുന്ന നമ്മുടെ കർത്താവിൻ്റെ വരവ് ഇനിയും അധികം ആകെയില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഇനിയും താമസിക്കുകയില്ല. അവൻ വരുവാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അനേക പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാക്കളെ, നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, അനേകം സഹോദരി സഹോദരന്മാരെ കണ്ണുനീരോടുകൂടി ഞാനും നിങ്ങൾ യാത്ര അയച്ചെങ്കിൽ അവരെ നേരിൽ കാണുന്ന മനോഹരമായ ഒരു സുദിനം ഇതാ വേഗം വരുവാനായിട്ട് പോകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഇപ്പോൾ വരുന്നെങ്കിൽ ഈ മൃതശരീരം ഇവിടെ അടക്കേണ്ട ആവശ്യമില്ല. തേസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. എന്നാൽ കർത്താവ് വരുന്നിടം വരെ പ്രിയമുള്ളവരെ, ഈ ശരീരം നമുക്ക് സംസ്കരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്ത പോലെ ഈ കർത്താവിൻ്റെ ദാസനെ സകല ഭക്തിയോടും ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ടും നമുക്ക് യാത്ര അയക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ ജോയിച്ചായ, പോയിക്കൊള്ളുക, പോയി വിശ്രമിച്ചുകൊള്ളുക. കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാനായിട്ട് എഴുന്നേറ്റ് വരുമെന്നുള്ള ആ വലിയ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി നമുക്ക് യാത്ര അയക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാനായിട്ട് പോകുന്നു. ആ വരവ് ഇനി അധികം താമസിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ആ വരവിന് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ ഇന്ന് വരുന്നെങ്കിൽ നിന്റെ അനുഭവം എന്താണ്? ആ വരവിൽ നമ്മുടെ പ്രത്യാശ എന്താണ്? ഞാൻ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കട്ടെ. ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏത് സഭാ വിഭാഗത്തിലുള്ളവരും ആയിക്കൊള്ളട്ടെ, ഏത് കുടുംബത്തിൽ ജനിച്ചവരും ആയിക്കൊള്ളട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു ദൈവപൈതലായി പാപമോചനം പ്രാപിച്ച് ഈ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾക്കിടയാകണം. കാൽവരി ക്രൂശിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തിൻ്റെ പുത്രനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവമേവരെയും സഹായിക്കട്ടെ. ഈ വാത്സല്യ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ നമുക്കും ഈ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രയും നാളും ഈ പ്രിയ ദൈവദാസനെ നമുക്ക് തന്ന ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും എല്ലാം അർപ്പിച്ചുകൊണ്ട് നമുക്ക് യാത്രയേക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന, ഇവിടെ ഇരിക്കുന്ന പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ ജനം, അവരെല്ലാവരും കൂടെ ചേർന്ന്, നമുക്കെല്ലാവർക്കും ചേർന്ന്, ആ പ്രത്യാശയുള്ള എല്ലാവരും ചേർന്ന് കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടെന്നുള്ള ആ പാട്ടിൻ്റെ ഒരടി നാം പാടുവാൻ തുടങ്ങിയാണ്. ഈ പ്രത്യാശയുള്ള ദൈവദിനം എല്ലാവർക്കും ചേർന്ന് ആ പ്രത്യാശയോടുകൂടി പാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് തൻ ഗംഭീര പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ദൈവത്തിന് സ്തോത്രം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ വൈകിയാണെങ്കിലും ഈ സമയത്തൂടെ വന്നു കയറുവാൻ കർത്താവ് സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ മോളി എൻ്റെ ഒരു അനന്തരവളാണ്. അവൾ കഴിഞ്ഞ സമയങ്ങളിൽ ആക്സിഡൻ്റ് ഉണ്ടായി ആശുപത്രി ചികിത്സയൊക്കെ ആയിരുന്ന സമയത്ത് വന്ന് കാണാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ ശാരീരികമായിരിക്കുന്ന ബലഹീന നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ ഈ വിയോഗയുടെ വേളയിലെങ്കിലും ബന്ധപ്പെട്ടാണെങ്കിലും കടന്നു വരിക ഒരു കടപ്പാടാണല്ലോ എന്നുള്ള ബോധ്യത്തോടെയാണ് ഈ സമയത്ത് ഞാൻ കടന്നു വന്നത്. ഇവിടെ മരണം എന്നുള്ളത് അനിവാര്യമായിരിക്കുന്നൊരു കാര്യമാണ്. ചില പ്രായമാകുമ്പം മരിക്കും, ചില ചെറുപ്പത്തിലെ കുഞ്ഞിലേയും മരിക്കും. ജീവിതത്തിൽ തങ്ങൾ കൃത്യം നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥത്തോടെ കടന്നു പോകുന്ന അനേകരുണ്ട്. അവരെ ഓർത്ത് ജീവിതത്തെ സ്തുതിക്കുന്നു. പ്രിയ ജുബൈച്ചൻ, കർത്താവായ രക്ഷാവാസികളുടെ ദൈവത്തിനായി കർത്താവിന് വേണ്ടി ഈ ആയുഷ്കാലം മുഴുവൻ ജീവിക്കുവാനും സന്തോഷമുള്ളൊരു കുടുംബജീവൻ നയിക്കുവാനും കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ഓട്ടം ഓടി അവസാനിച്ചു. ഇത്രത്തോളം മതി എന്ന് കർത്താവ് നിശ്ചയിച്ചു. ആ സമയം വരെ ഓടുവാനും ശുശ്രൂഷിപ്പാനും കർത്താവ് കൃപ ചെയ്തു. കുടുംബത്തിൻ്റെ നായകനായിരിക്കാൻ കർത്താവ് സഹായിച്ചു. പൈതങ്ങളുടെ പിതാവായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ആ സമയത്തിന് കർത്താവ് വിരാമം വിട്ടു. നമ്മളെല്ലാവരുടെയും ജീവിതത്തിന് വിരാമം വേണ്ടൊരു ദിവസമുണ്ട്. കർത്താവ് വരുവാൻ താമസിച്ചാൽ. കർത്താവ് വരുവാൻ താമസിക്കുന്നില്ലെങ്കിൽ നാം എല്ലാവരും കർത്താവിനോട് കൂടെ പറന്നു പോകും എന്നുള്ള നമ്മുടെ പ്രത്യാശയാണ്. എന്നാൽ ഈ പ്രത്യാശയില്ലാത്തൊരു അനേക ലോകത്തുണ്ട്. നമ്മെ സംബന്ധിച്ചോളം നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ദുഃഖിക്കാൻ ആവശ്യമില്ല. പ്രിയ മോളിക്കും പൈതങ്ങൾക്കുമൊക്കെ പ്രിയ പിതാവിൻ്റെ വിയോഗത്തിൽ ദുഃഖമുണ്ട്. ആര് പറഞ്ഞാൽ ദുഃഖിക്കാതിരിക്കാൻ കഴിയില്ല. എന്നാൽ പ്രത്യാശയുണ്ട്. ഇതൊരു അന്തിമമായ വിടവത്തിലല്ല, വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയാണ്. ഒരു വിദേശത്തേക്ക് ഒരാൾ കടന്നു പോകുമ്പോൾ വീണ്ടും മടങ്ങി വരാം എന്നുള്ള പ്രത്യാശയോടെ കടന്നു പോകുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്ന പ്രധാനന്മാരൊക്കെയും കർത്താവിൻ്റെ കാഹളം നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയും അവരെ രൂപാന്തരപ്പെട്ട് ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ടും കർത്താവിനോട് ചേരും. അങ്ങനെ എല്ലാവരും കർത്താവിനോട് കൂടെയായിരിക്കുന്നുള്ള അനുഗ്രഹീതമായ പ്രത്യാശ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രത്യാശ മോളിയെയും കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കതാണ് ആശ്വസിക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവനെ പലപ്പോഴും വന്ന് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥന ഓർക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ലോകത്തിൻ്റേതായ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് കർത്താവ് വിളിച്ചു. ഈ ലോകത്തെ എല്ലാ ക്ലേശങ്ങളിലും കഷ്ടങ്ങളിലും എന്നേക്കുമായിട്ട് വിട പറഞ്ഞു. ഇനി കഷ്ടങ്ങൾ അനുഭവിപ്പാൻ തക്കൊണ്ടും ഈ ലോകത്തേക്ക് ഒരിക്കലും വരികയില്ല. അത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ ഈ പ്രത്യാശയില്ലാത്ത അനേകരുമുണ്ട്. മുമ്പേ സവരം പറഞ്ഞപ്പം മരിച്ചാൽ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ പലർക്കും ശരിയായ ഉത്തരമില്ല. ഞങ്ങളൊരിക്കൽ ഭവന സംസ്ഥ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വല്യമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇന്ന് ഈ ലോകത്തിൽ നമ്മളിന്ന് സ്ഥിരമായിട്ടിരിക്കില്ലല്ലോ, ഒരു ദിവസം കൊണ്ട് പോകുമല്ലോ, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ വല്യമ്മ പറഞ്ഞത്, എൻ്റെ കുഞ്ഞ് എല്ലാവരും സ്വർഗത്തിൽ പോകുമല്ലോ, നരകത്തിൽ പോകാനും ആൾ വേണ്ടായോ, ഞാൻ അങ്ങോട്ടങ്ങ് പോയിക്കൊള്ളാമെന്ന്. അത്ര നിസ്സാരമായിട്ടാണ് ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും മനുഷ്യൻ ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ലോകത്തിൽ ജീവിച്ച് കുറേ പണം ഒക്കെ സമ്പാദിച്ച് കുറേ സ്ഥാനമാനങ്ങളൊക്കെ നേടി അങ്ങ് പോയാൽ മതി, ഭാവി എങ്ങനെയും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കുന്ന ഭോഷത്വം ഇന്ന് വളരെയധികമായിട്ട് മനസ്സിലുണ്ട്. പണത്തിന് വേണ്ടി ഏത് അക്രമവും അന്യായവും ചെയ്ത് ജീവിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ നിസ്സാരമായി കരുതാവുന്നൊരു കാര്യമല്ല നിത്യത എന്ന് പറയുന്നത്. മരണാനന്തര നിത്യതയുണ്ട്. അത് ദൈവം രണ്ട് സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് തൻ്റെ സ്വർഗീയ ഭവനം, മറ്റൊന്ന് തീ കെടാത്തതായിരിക്കുന്ന നിത്യ നരകം. ആ നരകത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുക. ധനവാൻ ലാസറും മരിച്ചു, അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി. ധനവാൻ മരിച്ചു, നരകത്തിലേക്ക് പോയി. അവൻ അവിടെ കിടന്ന് വേദന അനുഭവിക്കുന്ന കാര്യം ലൂക്കോസിന് ശേഷം 16-ാം അധ്യായം വായിക്കുന്നു. ആ തിരുവഴുത്ത് വല്ലപ്പോഴൊക്കെ ഒന്ന് വായിച്ച്
മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൽ എന്ത് പറയുന്നു എന്ന് ഗ്രഹിച്ച് അതനുസൃതമായിട്ട് ഭാവി അനുഗ്രഹിക്കപ്പെട്ടതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനുള്ള സമയം ഇതാണ് എന്നുള്ളത് ഈ കിടക്ക നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാനെൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയം കൊണ്ട് കടന്നു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടെ തീരത്തേക്ക് എത്തത്തക്കോണം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഒരാഹ്വാനമാണ് കിടക്ക നമുക്ക് നൽകുന്നത്. നാം വായിച്ചു കേട്ട പോലെ നമ്മുടെ കർത്താവ് വേഗം വരും. നമ്മുടെ സാക്ഷാ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. ആ പ്രത്യാശ നമുക്കുണ്ട്. പ്രിയപ്പെട്ട ജോബിയുടെ ശരീരവും രൂപാന്തരപ്പെടും. കർത്താവും ശരീരത്തോട് തുല്യമായി തീരും. നാം അവനെ താൻ ഇരിക്കുന്നവനെ കാണുന്നതുകൊണ്ട് അവനോട് അജൂരായിത്തീരും. ആ വലിയ പ്രത്യാശയോടെയാണ് നമുക്ക് പ്രിയപ്പെട്ടതുകൊണ്ട് യാത്ര പറയാനുള്ളത്. ആ പ്രത്യാശയ്ക്ക് നമ്മെ ദൈവം അവകാശമാക്കിയിരിക്കുന്നു. അതിനാൽ ദൈവത്തെ സ്തുതിക്കാം. പ്രത്യാശ ഇല്ലാത്തവർ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ച് തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി ദൈവം സമർപ്പിക്കാൻ ഇടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നതാകട്ടെ. ഇത്രത്തോളം ഇന്നത്തെ ശുശ്രൂഷകളൊക്കെയും ഭംഗിയായി നടക്കുവാൻ വിലവനായ ദൈവം അവിടുന്ന് കൃപയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുവാൻ അനേക പ്രിയപ്പെട്ടവർ ഉണ്ട്. എന്നാലും സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ചില പേരുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇരുന്നുകൊള്ളാം. ആദ്യമായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷകളൊക്കെയും ചെയ്യുവാൻ സഹായിക്കുവാൻ കടന്നു വന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ചും പ്രിയ സഹോദരൻ ചാൾസ് ജോണിനെയും അതുപോലെ സഹോദരൻ എ.വി. എബ്രഹാമിനെയും ഈ സമയം ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ലീഡ് ചെയ്ത പ്രിയ ഡോക്ടർ പി.സി. ചെറിയാനെയും ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എലിയാസ് ചാനോടും കുടുംബത്തോടും ഉള്ള നന്ദി ഒരു വാക്കിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല. എന്നാലും ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. കടപ്ര ബ്രദർ അസംബ്ലിയുടെ എല്ലാ സഹോദരന്മാരോടും പ്രത്യേകിച്ചും കുഞ്ഞുട്ടിച്ചാനോടും അതുപോലെ അനിയും കുഞ്ഞു സഹോദരനോടും ഈ സമയം ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളിലായും അനേക പ്രിയപ്പെട്ടവർ ഇവിടെ വരികയും ഫോണിൽ കൂടെയൊക്കെയും ആശ്വാസവാക്കുകൾ പറയുകയും സമാധാനിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരോടൊക്കെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അടുത്തു നിന്നും അകലയിൽ നിന്നും അനേകർ പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ചും ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അനേക സർവീസസ് ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. മ്യൂസിക് ടീമിനോടും അതുപോലെ ഫോട്ടോ വീഡിയോ ലൈറ്റ്നിങ് ചെയ്ത പ്രിയപ്പെട്ടവരോടും അതുപോലെ ഈ പന്തലൊക്കെയും ക്രമീകരണം ചെയ്ത പ്രിയപ്പെട്ടവരോടും ഈ സമയം ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തിരുവല്ല മെഡിക്കൽ മിഷൻ സ്റ്റാഫിനോടും മുത്തൂറ്റ് മെഡിക്കൽ സെൻറ്റർ സ്റ്റാഫിനോടും ഈ സമയം ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഇരുന്നുകൊള്ളുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ജോയിച്ചാൻ്റെ ഭൗതിക ശരീരത്തിന് ഇവിടെ കൊടുക്കാവുന്ന ശുശ്രൂഷകൾ പലതും നടന്നു. അതിൻ്റെ അവസാന രംഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. വളരെ പ്രഗത്ഭരായിരിക്കുന്ന ദൈവദാസന്മാരിൽ നിന്ന് അനുഗ്രഹീതമായിരിക്കുന്ന പല സന്ദേശങ്ങളും അതുപോലെ അനുസ്മരണങ്ങളും നാം കേട്ടു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുക എന്നുള്ളതാണ്. എങ്കിലും രണ്ട് വാക്ക് പറയാതെ പോയാൽ അത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രം വളരെ പരിമിതമായ വാക്കുകളിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ നിങ്ങളെന്നെ അനുവദിക്കണം. ഇവിടെയുള്ള സ്ഥലം സഭയിൽ ഞാൻ സ്നാനപ്പെടുകയും വിവാഹം കഴിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. കടപ്പുറ സ്ഥലം സഭയിലെ ഒരു അംഗം ആണ്. ഇപ്പോൾ ഇവിടെയല്ല താമസിക്കുന്നത്. എന്നാൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും അനേക കർത്തൃദിവസങ്ങളിൽ കടന്നു വന്ന് കർത്താവിനെ ഇവിടെയുള്ള ദൈവത്തോട് ചേർന്ന് ആരാധിക്കും. കടന്നു വരുമ്പോഴൊക്കെയും പ്രിയ ജോയിച്ചാനെ കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ കൂട്ടമാണെങ്കിലും ദൈവത്തിൻ്റെ വചനം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന
അവൻ്റെ നാമം നിഷേധിക്കാത്ത വിശ്വാസികളുടെ ഒരു ചെറിയ കൂട്ടം അവിടെ നിരന്തരമായി തുടർച്ചയായി സഭയ്ക്ക് താങ്ങും തണലുമായിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പ്രിയ ദൈവദാസൻ എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരിയായി കർത്താവിൻ്റെ വലിയ ദാസൻ ഓർപ്പിച്ച 3 കാര്യങ്ങൾ, 3 യാഥാർത്ഥ്യങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഒരുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ കാണണം എന്നുള്ള താല്പര്യത്തിലാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നതും ഈ സകല മനുഷ്യരും ഒരുപോലെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ചെന്നതിനു വേണ്ടി കർത്താവ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ആകയാൽ ഇവിടെ കേൾപ്പിച്ച വചനങ്ങൾ ആ നിലയിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. മനുഷ്യൻ്റെ ജീവിതം വളരെ ക്ഷണികമാണ്. തിരുവചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണവും ജീവിതവും തമ്മിൽ കേവലം ഒരടി മാത്രമാണ് എന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും കടന്നു പോകേണ്ടവരാണ്. കർത്താവ് വരികയാണെങ്കിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുകയും നാം അവൻ്റെ സന്നിധിയിൽ നിത്യമായിട്ട് ആയിരിക്കുകയും ചെയ്യും. ഈ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനും ഈ പ്രിയ കുടുംബത്തിൻ്റെ ആശ്വാസത്തിനും സമാധാനത്തിനും ഇവിടെയുള്ള സ്ഥലം സഭയുടെയും സമാധാനത്തിനും കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങി പ്രത്യാശയോടെ പാർക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ കർത്താവാൻ ദൈവമേ, ഈ പ്രത്യേക സന്ദർഭത്തിനായിട്ടും ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അവിടുത്തെ ദാസൻ ഈ ഭൂമിയിൽ എല്ലാ സമൃദ്ധിയും അനുഭവിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പുരുഷൻ എന്ന് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ആത്മീകവും ഭൗമികവുമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. കഴിഞ്ഞ കർത്താവെ പല നാളുകളായി രോഗം തന്നെ ബാധിച്ചിരുന്നു. മരണത്തെ മുൻകണ്ടുകൊണ്ട് ജീവിച്ചപ്പോഴും കർത്താവിനെക്കുറിച്ചുള്ള വിശ്വാസത്തിലും അവിടുത്തെ മടങ്ങിവരവിലുള്ള പ്രത്യാശയിലും ഉറച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവനെ അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനർത്ഥങ്ങൾ പലതും സംഭവിച്ചുവെങ്കിലും അതൊന്നും വ്യസനത്തിന് കാരണമായി തീരാതെ വണ്ണം ആ കുടുംബത്തെ അവിടുന്ന് സൂക്ഷിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം. തനിക്ക് നൽകിയിരിക്കുന്ന പൈതങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരൊക്കെയും കർത്താവിനെ അറിയുന്നവരായിട്ട് അവിടുത്തെ നല്ല സാക്ഷികളായിട്ട് വിവിധ നിലകളിൽ നിൽക്കുന്നു. അതേ കർത്താവെ, തിരുമേനിയെക്കുറിച്ചുള്ള നല്ല പ്രത്യാശയിൽ ഇനിയും തുടരുവാൻ തക്കവണ്ണം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മരണം ഒരു വേർപാടാണ്. അത് ദുഃഖമുളവാക്കുന്ന കാര്യമാണ്. അത് പ്രായമുള്ളവർ കടന്നുപോയാലും അതുപോലെ ശിശുക്കൾ കടന്നുപോയാലും മനുഷ്യന് ദുഃഖം ഉണ്ടാകും. എന്നാൽ അതിൻ്റെയൊക്കെ മുകളിൽ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന കർത്താവ് ഞങ്ങൾക്ക് മുകളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഈ പ്രിയ കുടുംബത്തെ മുറ്റുമായിട്ട് അവിടുത്തെ കരങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഈ കുടുംബത്തെ പ്രത്യേകാൽ സഹായിക്കുകയും മറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യമായിരിക്കുന്ന സന്തോഷവും സമാധാനവും നൽകി പ്രത്യേകാൽ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. ദൂരദേശത്തു നിന്ന് കടന്നു വന്ന മക്കളെ ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കുകയും അവരുടെ മടക്ക യാത്രയിലും കൂടെ ഇന്ന് സഹായിക്കണമേ. ഇവിടെ വചനം ശുശ്രൂഷിച്ച ദാസന്മാർക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ശരിയായി വിശദീകരിച്ചുകൊണ്ട് മനുഷ്യൻ വാസ്തവത്തിൽ എന്തു ചെയ്യണം, മനുഷ്യൻ എന്താകുന്നു, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക എന്താകുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇന്നും അവിടുന്ന് സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം. കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നത് പോലെ ഇന്ന് കർത്താവെ, ഇന്ന് കേട്ട അനേകരുടെ പേരിലും പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ലഭിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം രക്ഷയുടെ സന്ദേശമായി തീരുവാൻ ഇന്ന് പ്രത്യേകാലം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. ഏറ്റവും ഭംഗിയായിട്ട് കർത്താവെ മനോഹരമായി ക്രമീകരിക്കുവാൻ തക്കണം അവിടുത്തെ ദാസന്മാരെ സഹായിക്കണം. കാലാവസ്ഥയൊക്കെ ഇത്രത്തോളം അനുകൂലമായിട്ട് അവിടുന്ന് നൽകിയതിനെ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്, ഞങ്ങളെ പുലർത്തുന്നവനാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കർത്താവാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഈ നാളുകളിൽ ഒരുങ്ങി ജീവിപ്പാൻ തക്കവണ്ണം മാത്രമല്ല, എൻ്റെ സാക്ഷികളാകുവീൻ എന്ന് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ കൽപ്പന പൂർണ്ണമായ നിലയിൽ അത് കർത്താവെ പ്രായോഗികമാക്കിക്കൊണ്ട് അനേകരോട് സുവിശേഷം പറഞ്ഞ് അനേകരെ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം
അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇവിടെയുള്ള സ്ഥലം സഭയെ അവിടെ നിന്ന് ഓർക്കണം. കർത്താവ് സഹായിക്കുകയും നടത്തുകയും ചെയ്യണം. എല്ലാ അഭിവൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഈ ശുശ്രൂഷകളെയൊക്കെ ഇത്രത്തോളം ആദരിച്ച കരുണയ്ക്കായിട്ട് സ്തോത്രം. തുടർന്ന് ഇവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈ എളിയ പ്രാർത്ഥന അവിടെ ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ സ്തോത്രം. മഹത്വമെല്ലാം അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും വിശേഷാൽ ഈ ഭവനത്തോടും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്ന് ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും കർത്തനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആദ്യമായി ദൈവത്തിന് നമ്മുടെ നന്ദി കരയറ്റാം.
നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ, ഞാൻ ചേർന്നിടും. ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയൻ നിത്യവാസമാമേ. കർത്താവിനോടു കൂടെയൻ നിത്യവാസമാമേ. പാർപ്പിടം മനോഹരഹർമ്മ്യം. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. മുത്തുകളാൽ നിർമ്മിതമാ 12 ഗോപുരം. മുത്തുകളാൽ നിർമ്മിതമാ 12 ഗോപുരം. ഹല്ലേലൂയ പാടും. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നവനാമേശുവിനോടു കൂടെ വാണിടും. മന്നവനാമേശുവിനോടു കൂടെ വാണിടും. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശ
കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആകയാൽ എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ
ചക്രം മുന്നോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദുഃഖത്തോടുകൂടെ ഞങ്ങൾക്ക് ഈ സെമിറ്ററിൽ നിൽക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വേഗം നാം ചേർന്നിടും. ഭംഗിയേറിയ ആ തീരത്തുനിന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, ദുഃഖവേളകൾ ഉണ്ടാകുമ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ നീ അനുവദിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഈ പ്രിയ അച്ചായന്റെ ബോഡിയോട് ചേർന്ന് ഞങ്ങളിവിടെ ആയിരിക്കുന്നു. ഭവനത്തിലെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി നടക്കുവാനിടയായി. കർത്താവെ, അതിനുശേഷം ക്ഷേമത്തോടുകൂടി ഞങ്ങളിവിടെ എത്തി. പ്രിയ ജോയിച്ചായനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒടുവിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ ഇവിടെ ഞങ്ങൾക്ക് ചെയ്യുവാനിടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ലീഡ് ചെയ്യുന്നതിന്റെ ദാസനായ സ്തോത്രം. ദൈവവചനം ശുശ്രൂഷിക്കുന്നതിന് ദാസനായ സ്തോത്രം. കടപ്പുറ അസംബ്ലിക്കായി നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കണമേ. പ്രിയ ജോച്ചാന്റെ കുടുംബത്തെയും അവർക്ക് ദാനമായി കൊടുത്ത മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ സഹായിക്കണമേ. ആവശ്യമായ കൃപകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വത്തിന് വേണ്ടി അവരെ ഇനിയും ജീവിക്കുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് വിട്ടുപോയെങ്കിലും, കർത്താവ് ഭർത്താവ് വിട്ടുപോയെങ്കിലും, കർത്താവ് പ്രിയപ്പെട്ടവരൊക്കെ വിട്ടുപോയാലും വിട്ടുപോകാത്ത വലിയവനായ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. നിറങ്ങിയ ഹൃദയത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുവെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. ഞങ്ങളെല്ലാം ഈ വഴിയെ പോകേണ്ടതായി വരും. ഞങ്ങളുടെ കർത്താവ് വന്നില്ലെങ്കിൽ ഈ വഴിയെ പോയി ഞങ്ങളുടെ കർത്താവിനോട് കൂടി ആയിരിക്കും. അല്ല, ഞങ്ങളുടെ കർത്താവ് വന്നാൽ ഞങ്ങളുടെ കർത്താവിനോട് കൂടെ പ്രിയദാസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കുന്നതിനായി സ്തോത്രം. അത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം. മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും പ്രിയ സഹോദരന്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ ആ വലിയ പ്രത്യാശ കൊടുത്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇവിടെ നിൽക്കുന്ന എല്ലാ ദൈവജനത്തിനും ആ വലിയ പ്രത്യാശ കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ, സഹായിച്ചു കൊള്ളണമേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദാസിയെയും കുഞ്ഞുങ്ങളെയും കർത്താവെ മുറിഞ്ഞ കരങ്ങളാൽ ആശ്വസിപ്പിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യവും തൃക്കരങ്ങളിലേക്ക് വെക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.
തന്റെ ഭവനത്തിൽ നടന്ന ശുശ്രൂഷകളുമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഭവനത്തിൽ നമുക്ക് വിലപ്പെട്ട അനുസ്മരണങ്ങൾ ശ്രദ്ധിക്കാൻ സഹായിച്ചു. ദൈവത്തിന്റെ വലിയൊരു വചനത്തിൽ നിന്നും നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവാലോചന ശ്രദ്ധിക്കാനും സഹായിച്ചു. ഈ ശുശ്രൂഷയുടെ ഒടുവിലത്തെ ഭാഗം എന്നുള്ള നിലയിൽ ശ്രദ്ധയുടെ ശുശ്രൂഷയ്ക്കായിട്ട് നാം ഏവരും ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. ഇവിടെ ദീർഘമായ പ്രസംഗത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ ഇവിടുത്തെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഏതൊരു പ്രായത്തിലും മരണം നമ്മെ ദുഃഖിപ്പിക്കുന്നതാണ്. എന്നാൽ മരണത്തിനപ്പുറം മരണത്തെ അതിജീവിക്കുന്ന ആ സ്വർഗീയ പ്രത്യാശ ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ഒരുവനായ ദൈവം നൽകിയിട്ടുണ്ട്. അത് ദൈവമക്കൾക്ക് മാത്രമുള്ള ഒന്നാണ്. ദൈവമക്കളല്ലാത്തവർക്ക് ഈ പ്രത്യാശ ഒരിക്കലും അനുഭവിക്കാൻ സാധ്യമല്ല. നമ്മുടെ പ്രത്യാശയെ വളർത്തുന്ന ഒരു വേദഭാഗം മാത്രം വായിച്ച് ഇവിടുത്തെ ശുശ്രൂഷ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 50 മുതൽ 58 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുക. നമ്മുടെ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ നമ്മെ വിട്ടുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കും, അഥവാ പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ള ആ വലിയ സത്യമാണ് ഈ അധ്യായത്തിൽ ആകമാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മരണത്തിനപ്പുറം കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളും ഉയർത്തെഴുന്നേൽക്കും, പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ള വലിയ സത്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യൻ വിശ്വാസികളോട് ബന്ധത്തിൽ പ്രത്യേകം ഓർപ്പിക്കുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഈ വലിയ യാഥാർത്ഥ്യം സാധ്യമാണ്. പുനരുത്ഥാനം എന്ന ആ വലിയ സത്യത്തെ കുറിച്ച് ഈ 15-ാം അധ്യായത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 50 മുതലുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് പുനരുത്ഥാനത്തെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ നമുക്ക് മരണത്തിന്മേൽ ഒരു വിജയമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. 57-ാം വാക്യത്തിൽ ആ കാര്യമാണ് ഓർപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ജയം ലഭിക്കുന്നത്. യേശുക്രിസ്തു മുഖാന്തരം മാത്രമാണ് നമുക്ക് വിജയം ഉള്ളത്
എന്ന് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് മരണത്തിന്മേൽ ജയമുണ്ട്. ആ നിലയില് നമുക്ക് ദൈവസന്നിധി സന്തോഷിക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തൊരു ജീവിതം നമുക്ക് നിത്യതയിൽ ദൈവം തന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യത്തിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തിൽ മരണത്തിന്മേൽ ഒരു വിജയമുള്ളത് കൊണ്ട് ആ വിജയത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ വലിയ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. അതെന്താണ്? മരണത്തെ നോക്കിക്കൊണ്ട്, മരണത്തിന്റെ ദൂതനെ നോക്കിക്കൊണ്ട്, മരണത്തിന്മേൽ ഞങ്ങൾക്ക് വലിയൊരു വിജയമുള്ളത് കൊണ്ട്, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ ദൂതനെ നോക്കിക്കൊണ്ട്, മരണത്തെ നോക്കിക്കൊണ്ട്, മരണത്തിന്മേൽ വിജയം കൈവരിക്കുന്ന ദൈവമക്കൾ ഒരേ ശബ്ദത്തിൽ ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? എന്നുള്ള മുദ്രാവാക്യം മുഴക്കുന്ന രംഗം ഈ വേദഭാഗത്ത് കാണുവാൻ സാധിക്കും. അത്രയും സന്തോഷകരമായ അനുഭവമാണ്. ഈ പ്രത്യേക സമയം ഓർക്കുമ്പോൾ ഇന്ന് ഈ സമയത്ത് ആ കാഹളം ധനിക്കുകയാണ്. പ്രിയജനം ഇവിടെ അടക്കേണ്ട ആവശ്യമില്ല. ഈ പെട്ടിയിൽ തന്നെ വിജയത്തിന്റെ ആ മുദ്രാവാക്യവും ചൊല്ലിക്കൊണ്ട് വാനവരിലേക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് പറന്നുയരുന്ന അനുഭവം ഉണ്ടാകും. മാത്രമല്ല ജീവനോടെ ശേഷിക്കുന്ന ദൈവമക്കളായ നമുക്കും നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്കും കർത്താവിന്റെ അടുക്കിലേക്ക് പറന്നുയരാൻ കഴിയും. ആ സമയം കർത്താവിന്റെ കാഹളം ധനിക്കുമ്പോഴാണ്. അത് തെസ്സലോനിക്കരുടെ 1-ാം ലേഖനത്തില് ആ കാര്യം വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. കർത്താവിന്റെ ഗംഭീരനാദം, പ്രധാനത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം ഇവ കേൾക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ മരണത്തിന്മേലുള്ള വിജയം അത് കാഹളനാദത്തിങ്കൽ, അന്ത്യകാഹളനാദത്തിങ്കൽ ലഭ്യമാകും. അത് ഇവിടെ ഓർമ്മിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ യേശുക്രിസ്തു മുഖാന്തരം മരണത്തിന്മേൽ വിജയമുണ്ട്, കാഹളം ധനിക്കുമ്പോൾ അത് സാധ്യമാകും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വവും ഇവിടെ ഓർപ്പിക്കുകയാണ്. അത് 82-ാം വാക്യത്തില് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരാം. നമ്മുടെ ഉത്തരവാദിത്വമാണ്. കർത്താവിന് വേണ്ടി നാം പ്രവർത്തിക്കുക, നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മരണത്തിന് വിജയം ഓർപ്പിക്കുകയാണ്. ഒന്ന്, മരണത്തെ നോക്കിക്കൊണ്ട് വെല്ലുവിളി ദൈവദിനത്തിലുണ്ട്. 2, മരണത്തിന്മേലുള്ള വിജയം എപ്പോഴാണ്? അത് അന്ത്യകാഹളനാദത്തിങ്കൽ. 3, ആ മരണത്തിന്മേൽ വിജയമുള്ളതുകൊണ്ട് നമ്മുടെ വലിയ ഉത്തരവാദിത്വവും ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ഇത് സാധ്യമാകുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. യേശുക്രിസ്തു മുഖാന്തരമാണ് ഈ വലിയ കാര്യം സാധ്യമാകുന്നത്. യേശുക്രിസ്തു മുഖാന്തരം എങ്ങനെ സാധ്യമാകും? യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ, അവനെ കർത്താവും രക്ഷിതാവുമായിട്ട് ഹൃദയത്തിൽ അംഗീകരിച്ച് ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെടുമ്പോൾ ഈ മരണത്തിന്റെ വിജയത്തിന്റെ യോഗ്യരായി ഞാൻ നിങ്ങൾ തരികയാണ്. നമ്മൾ വിട്ടുപോയ പ്രിയ ജോയിച്ചാണ് ഈ അനുഭവമുണ്ട്. പ്രിയമാനന്റെ മക്കൾക്ക്, എന്നെ കേൾക്കുന്ന യേശുക്രിസ്തു അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഈ പ്രത്യാശയുണ്ട്. ഈ വലിയ പ്രത്യാശയുടെ പ്രിയ ജോയിച്ചാന്റെ ഈ ഭൗതിക ശരീരം നമുക്ക് ഈ സെമിത്തേരിയിൽ സംസ്കരിക്കാം. വലിയ പ്രത്യാശയുടെ, ഭംഗമില്ലാത്ത പ്രത്യാശയുടെ, തീർന്നുപോകാത്ത വലിയ പ്രത്യാശയുടെ, ജീവനുള്ള പ്രത്യാശയുടെ പ്രിയ ജോയിച്ചാന്റെ ഭൗതിക ശരീരം നമുക്ക് ഈ സെമിത്തേരിയിൽ സംസ്കരിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ തലകൾ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾക്ക് സെമിത്തേരിയിലേക്ക് പ്രിയ ജോയിച്ചാന്റെ ഭൗതിക ശരീരമായിട്ട് കടന്നു വരുവാൻ
അനുവദിച്ചുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിങ്കൽ ഞങ്ങളുടെ പ്രിയ ജോയിച്ചാനും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള ആ വലിയ പ്രത്യാശ ഞങ്ങളെ ഭരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. മാനുഷിക വശത്ത് ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന സ്വർഗീയ പ്രത്യാശ ഞങ്ങളെ ഭരിക്കുന്നതിനാൽ ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമാണ് ഈ അനുഭവം ഞങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നുള്ള വലിയ കാര്യവും ഞങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് യേശുക്രിസ്തു വിശ്വാസത്താൽ സാധ്യമായി. ആ യേശുക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമക്കളായി തീരുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് മരണത്തെ നോക്കിക്കൊണ്ട്, മരണദൂതനെ നോക്കിക്കൊണ്ട്, വിജയത്തിന്റെ വെല്ലുവിളിയുടെ ശബ്ദം ദൈവസഭ മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പറഞ്ഞു ദിവസം നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുകയാൽ തിരുനാമത്തിനോടെ സ്തോത്രം ചെയ്യുന്നു. വലിയ പ്രത്യാശയോടുകൂടെ കല്ലറയിൽ ഞങ്ങൾ സംസ്കരിക്കുന്നു. തിരുനാമം ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുവാൻ സഹായിച്ച കർത്താവിനെ കാണുമ്പോൾ വലിയ പ്രത്യാശയോടെ ഞങ്ങൾ ഈ ശരീരത്തെ ഇവിടെ സംസ്കരിക്കുകയാണ്. മാനവ മഹത്വം കർത്താവ് തന്നെ എടുത്താണ്. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലൈ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് തിരികെ ചേരും. നമ്മുടെ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിങ്കൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ പ്രിയ ജോയിച്ചാനും പുനരുത്ഥാന ശരീരം പ്രാപിച്ച് പുത്തൻ ശരീരം പ്രാപിച്ച് എഴുന്നേറ്റു വരുന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ മണ്ണിനായിട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മോനിച്ചൻ സഹോദരൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ 65-66 വർഷക്കാലം ഈ ഭൂമിയിൽ നൽകുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. അവിടുത്തെ സമയം വന്നപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർത്തു. കർത്താവെ അലപ്പോൾ ഈ പ്രഭാതത്തിൽ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. ആ ഭവനത്തിലെ ശുശ്രൂഷകൾ വളരെ ഭംഗിയായി തീരുവാൻ ഇടയായോട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഒരിക്കൽ കൂടെ ഉണർത്തുവാൻ അവൻ ഇടയാക്കി കുറയ്ക്കാതെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ വീണ്ടും ഞങ്ങൾ ഈ സമിതിയിലേക്ക് കടന്നു പോകുന്ന പ്രിയദാസനോടുള്ള ബന്ധുക്കളെ ആ അവസാനത്തെ ശുശ്രൂഷകൾ ഇതിനെ നിവർത്തിക്കുവാനുള്ള നിയമനെ ഇടയാക്കി കുറയ്ക്കാതെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഈ ദ്രവത്തോട് അതിരുടെ പ്രാവശ്യം മതിയാകുകയുള്ളൂ, ഈ മർദ്ദമാർ നമ്മുടെ പ്രാവശ്യം മതിയാകുകയുള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന ആ വലിയ നിശ്ചിതമായി കർത്താവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുകയാണ്. ഞങ്ങൾ ഇവിടെ വായിക്കുന്നതോടെ ഈ ദൈവം എന്ന് പറഞ്ഞേക്കും ഞങ്ങളുടെ ദൈവമാണ്. ഞങ്ങളുടെ കർത്താവ് പ്രധാനമായ ദൈവമാണ്. ഞങ്ങളുടെ ദൈവം
കർത്താവിന് പ്രത്യാശയുള്ള ദൈവമാണ്. ഞങ്ങളുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ആ സമാധാനത്തിന്റെ പ്രത്യാശയാലും കർത്താവിന് ദൈവത്തെ നിറയ്ക്കുവാൻ തുടക്കണം, ആശ്രയിക്കുവാൻ തുടക്കണം. എന്റെ കർത്താവ് മാത്രം മര്യാദനായ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രിയമാർക്ക് വേണ്ടി പ്രിയ പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ എല്ലാവരോടൊപ്പം കൈകൂടുവാൻ കൃപയായി നിൽക്കുന്നെങ്കിൽ തന്നെയും നല്ലവനായ ദൈവത്തിന്റെ ശാശ്വതമായ പുരങ്ങളിൽ നിന്റെ മകളെ വഹിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ബലഹീന ശരീരമാണ് ബലഹീന ബലവാനായ ദൈവം ബലപ്പെടുത്തുന്ന വിധങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. പ്രിയ മകളെയും കുടുംബത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. കുടുംബമായി കർത്താവ് വേണ്ടുന്ന ബലം കർത്താവ് കൊടുക്കണമേ. പ്രിയ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരു ഭവനങ്ങളിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ വേർപാടുന്നതിൽ അങ്ങനെ കഴിവുകൊണ്ട് പ്രിയപ്പെട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ വലിയ പ്രത്യാശ വന്ന് ഞങ്ങളെ നിലനിർത്തുന്ന കുറിക്കായി അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ് ദൈവജനത്തിനായി സ്തോത്രം. കർത്താവ് ഈ ദിവസങ്ങളിൽ നാളുകളിൽ അവർക്ക് വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ ദൈവജനത്തോട് നിലനിർത്തുന്ന കുറിക്കായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സുഷുവിൽ പ്രകൃതായി കടന്നു വന്ന് പങ്കുചേർന്ന എല്ലാ മക്കൾക്കായി അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇതുവരെ ഈ സുഷുവിൽ പങ്കുചേർന്ന ആരെങ്കിലും ഈ കർത്താവിനെ കടത്താറുണ്ടെങ്കിൽ ഈ കർത്താവിനെ കടത്തി ഭവനങ്ങളിലേക്ക് കടന്നു പോകാൻ സഹായിക്കണേ. പ്രത്യാശ കടന്നുകയാകണേ. ഇവിടെയുള്ള സുഷിതയെ മാനിച്ചവരുടെ സ്തോത്രം, ഭവനത്തിലെ സുഷിതയെ മാനിച്ചവരുടെ സ്തോത്രം, എല്ലാ അനുഭവ സാധനങ്ങൾ നൽകുന്നവരുടെ സ്തോത്രം, എല്ലാ നമ്മൾക്കായി എല്ലാ ഉപകാരങ്ങൾക്കായി വീണ്ടും ഞങ്ങൾ അങ്ങനെ നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേട്ടുമാറാകണമേ. സകല ബുദ്ധിയും സമാധാനം. ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളായിട്ടും പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശേഷാൽ ദുഃഖത്തിരിക്കുന്നവരെല്ലാം ആശ്വസിപ്പിക്കുന്ന കാര്യത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും എപ്പോഴും എല്ലാ സമയത്തും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരു വാക്യം ഉദ്ധരിക്കുമ്പോൾ ആ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന് പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.